നമസ്കാരം. വാർത്താസന്ധിയിലേക്ക് വിശദമായി. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തലിന് കോടതിയിൽ കനത്ത തിരിച്ചടി. ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിനെതിരായ പരാതി ഗൌരവതരമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പ്രതിഭാഗം വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾ അംഗീകരിച്ചാണ് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. മുമ്പും സമാന കേസുകളിൽ രാഹുൽ പ്രതിയാണെന്നും ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും വിധിയിൽ പരാമർശമുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായിരിക്കെ ജാമ്യം നൽകിയാൽ തുടരന്വേഷണത്തെയും പ്രതികൂലമായി ബാധിക്കും. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. അന്വേഷണത്തോട് രാഹുൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ ഉത്തരവിൽ പരാമർശിച്ചാണ് ജാമ്യം നിഷേധിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ രാഹുലിന്റെ സുഹൃത്തുക്കൾ പരസ്യമാക്കി. മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കി കേസ് പിൻവലിപ്പിക്കുവാനുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പുറത്തിറങ്ങിയാൽ അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. തിങ്കളാഴ്ച രാഹുലിന്റെ അഭിഭാഷകൻ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ ജാമ്യത്തിനായി സമീപിക്കും. 14 ദിവസം റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി കൊല്ലം വിജിലൻസ് കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുത്തിയാകും തിങ്കളാഴ്ച SIT കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. അതേസമയം വാജിവാഹന കൈമാറ്റത്തിന് ഇടയാക്കിയ 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ കേസെടുക്കാനാണ് SIT നീക്കം. വാജിവാഹന വിവാദത്തിൽ രാഷ്ട്രീയ വിവാദവും മുറുകുകയാണ്. ശബരിമല ക്ഷേത്രത്തിലെ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം VSSCക്ക് നൽകിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് SITക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കേസിൽ തുടർനീക്കത്തിൽ പരിശോധനാ ഫലം നിർണായകമാണ്. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ SIT കണ്ടെടുത്തതെന്ന വിവരം റിപ്പോർട്ടിലുണ്ടാകും. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം, സ്വർണത്തിന്റെ പുരാവസ്തു മൂല്യം തുടങ്ങിയവയും വ്യക്തമാകും. അതേസമയം കൊടിമരം പുനഃസ്ഥാപിക്കാനെടുത്ത തീരുമാനം മുതൽ വാജിവാഹന കൈമാറ്റം വരെ സംശയകരമെന്നാണ് SIT നിലപാട്. വാജിവാഹനം കൈമാറിയതിൽ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയലിനുമാണ് ഉത്തരവാദിത്വമെന്ന് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന K രാഘവൻ 24നോട്. വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടോ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ യാതൊരു കാര്യങ്ങളും ദേവസ്വം ബോർഡിന്റെ മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ല. എനിക്കതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുമാണ്. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ മറ്റു പലതും പറയുന്നെന്ന് പ്രതിപക്ഷ വിമർശനം. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. വിമർശനത്തിന് മറുപടിയുമായി മന്ത്രി P രാജീവ് രംഗത്തെത്തി. ഇപ്പോ കയറ്റിയത് ആരാണെന്ന കാര്യം ഏകദേശം വ്യക്തമായല്ലോ. കയറ്റിയത് ആര് എന്നതിൽ നല്ല വ്യക്തത വന്നു. വാജിവാഹനം വിവാദത്തിൽ കോടതി അനുവദിച്ചാൽ കേസെടുത്ത് അന്വേഷിക്കാനാണ് SIT തീരുമാനം. കേസെടുത്താൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയലിന്റെയും നേതൃത്വത്തിലുള്ള UDF കാലത്തെ ദേവസ്വം ബോർഡ് പ്രതിയാകും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു KP ശങ്കരദാസ്. ജയിൽ ഉദ്യോഗസ്ഥരെത്തിയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മുന്നണി മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ പ്രശംസിച്ച് LDF നേതാക്കൾ. കോട്ടയം ജില്ലാ LDF യോഗത്തിലായിരുന്നു പ്രശംസ. അതിനിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തെ പറ്റിയല്ല താൻ വിസ്മയം എന്ന് പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചു. മുന്നണി മാറ്റ വിവാദങ്ങളിൽ ആദ്യം വലിയ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ ജോസ് കെ മാണി നടത്തിയ വാർത്താ സമ്മേളനം LDFന് വലിയ ആശ്വാസമായി. ജോസ് കെ മാണിയുടെ നിലപാട് മുന്നണിക്ക് കൂടുതൽ ആവേശമായി. ഇതോടെയാണ് ഇന്ന് ചേർന്ന കോട്ടയത്തെ ജില്ലാ LDF യോഗത്തിൽ നേതാക്കൾ ജോസ് കെ മാണിയെ പ്രശംസിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും സ്ഥാനാർത്ഥി മോഹത്തിൽ നിന്നും AICCയുടെ ജനറൽ സെക്രട്ടറിക്ക് പിൻവാങ്ങേണ്ടി വന്നത് ഇന്നലെ കോട്ടയത്തുണ്ടായ മുഖമടിച്ചു കൊടുത്ത അടിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വർദ്ധിത ശക്തിയോടുകൂടി ജാഥ മുന്നോട്ട് വരും. വളരെ നിർണായകമായ മുന്നേറ്റമായിരിക്കും ഈ ജാഥയോട് ഒപ്പം മധ്യകേരളം നടത്താൻ പോകുന്നത്. LDFന്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി മുഴുവൻ സമയവും ജോസ് കെ മാണി ഉണ്ടാകും. ജാഥയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളാണ് LDFൽ ഇന്നുണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ക്ഷേമകാര്യങ്ങളും എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ എത്തിക്കുവാനുള്ള ഏറ്റവും വലിയ കർമ്മ പരിപാടിയാണ് ഈ ജാഥ.
കേരള കോൺഗ്രസും നിലപാട് വ്യക്തമാക്കിയതോടെ ചർച്ചകളില്ലെന്ന നിലപാടിലാണ് UDF നേതാക്കൾ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. വിസ്മയം പറഞ്ഞാൽ പിന്നെ വിസ്മയം ഉണ്ടാവുമോ? കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് UDF-നെ ബാധിക്കുന്നില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. 24 കോട്ടയം. 24 എക്സ്ക്ലൂസീവ്. ജമാഅത്തെ ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ 24നോട്. ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം ഇസ്ലാമിക റിപ്പബ്ലിക് വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയെ നാഞ്ഞടിച്ചായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. ജമായത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി മുനവർ അലി തങ്ങൾ 24നോട് വെളിപ്പെടുത്തി. നമ്മൾ അവരൊരു ശത്രുപക്ഷത്തും നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയലക്ഷ്യം വെക്കുമ്പോഴാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുനവർ അലി തങ്ങൾ 24നോട് നിലപാട് തുറന്നു പറഞ്ഞത്. ഇതാദ്യമായാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ജമായത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നത്. സമസ്ത APEK വിഭാഗങ്ങൾ ജമായത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ജമായത്ത് ഇസ്ലാമിക്ക് പരസ്യ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ജമായത്ത് ഇസ്ലാമിയെയും കൂടെ കൂട്ടി ഒരുമിച്ച് പോകണമെന്ന നിലപാടാണ് മുനവർ അലി തങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളയാത്ര വിജയകരമായി തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് തിരിച്ചെത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജമായത്ത് ഇസ്ലാമിക്കെതിരെ തുറന്നടിച്ചു. ജമായത്ത് ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി വാദിക്കുന്നവരാണെന്ന് കാന്തപുരം 24നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദക്കാരാണ്. അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. ജമായത്ത് ഇസ്ലാമിക്ക് UDF-മായി ബാന്ധവുമില്ലെന്ന് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് 24 അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മുനവർ അലി തങ്ങളുടെ വെളിപ്പെടുത്തലോടെ UDF ജമായത്ത് ബാന്ധവത്തിന്റെ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. മമതാ ബാനർജി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം എടുത്തു പറഞ്ഞും പശ്ചിമബംഗാളിലെ BJP റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാളിലേത് ഹൃദയമില്ലാത്ത സർക്കാരെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടായിസം അവസാനിക്കുമെന്നും പ്രധാനമന്ത്രി. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിഭജന രാഷ്ട്രീയം പിന്തുടരുന്നവരാണ് കാലങ്ങളായി കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭരിച്ചത്. ഇതിൽ നിന്നും പല സംസ്ഥാനങ്ങളെയും BJP മോചിപ്പിച്ചു. ദരിദ്രരുടെ ശത്രുക്കളാണ് ബംഗാളിലെ TMC സർക്കാരെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ बहुत ही निर्दयी है, बहुत ही निर्मम है. केंद्र सरकार गरीबों के लिए जो पैसा बेचती है, उस पैसे को यहां TMC के लोग लूट लेते हैं. അനധികൃത നുഴഞ്ഞുകയറ്റം ബംഗാളിന്റെ ജനസംഖ്യാ അനുപാതത്തിൽ കാര്യമായ മാറ്റം വരുത്തി. BJP അധികാരത്തിലെത്തിയാൽ ബംഗാളിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് മേയറുണ്ടായെന്നും പ്രധാനമന്ത്രി. കേരള की राजधानी तिरुवनंतपुरम में भी पहली बार BJP के मेयर बने हैं. इस बार बंगाल के लोग भी BJP को भारी बहुमत से विजयी बनाएंगे. മാൾഡ സ്റ്റേഷനിൽ ഹൗറ ഗുവാഹത്തി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും 4 അമൃത് ഭാരത് എക്സ്പ്രസുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. पश्चिम बंगाल को सिर्फ एक ट्रेन नहीं मिल गई, बल्कि विकास की पटरी पर भी दौड़ने का एक अवसर मिला है. साफ तौर पर यहाँ पर 3250 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 24 ഡൽഹി.
കൊല്ലത്തെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റലിൽ കായിക താരങ്ങളായ പെൺകുട്ടികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ഒരു അധ്യാപകനിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും തിരിച്ചുവരാൻ മകൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും മരിച്ച സാന്ദ്രയുടെ അമ്മ സിന്ധു പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആത്മഹത്യാക്കുറിപ്പ് ഒരേ കൈപ്പടയിലാണെന്ന് ഗുരുതര ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഒരു തെറ്റ് ചെയ്യണം അമ്മ, അച്ഛനും അമ്മയും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാനിയനെ നോക്കണം എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി വെച്ചിണെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. മരിക്കുന്നതിന്റെ തലേ ദിവസവും സാന്ദ്ര വിളിച്ചിരുന്നു. സായിയിലെ പ്രയാസങ്ങളെക്കുറിച്ചാണ് അപ്പോഴും പറഞ്ഞത്. സാന്ദ്രയെ നന്നായി നോക്കിയിരുന്ന ഹോസ്റ്റൽ വാർഡൻ 1 മാസം മുമ്പ് മാറിപ്പോയി. ഇവരെ ബന്ധപ്പെടരുതെന്ന് ഇപ്പോഴത്തെ ഇൻചാർജായ അധ്യാപകൻ ആവശ്യപ്പെട്ടിരുന്നതായും ഇതിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിച്ചു. സായിൻ്റെ അധികൃതർ 5 ആൾ റൂമിലുണ്ടെന്നും പോലീസ് 4 ആൾ റൂമിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ, ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എല്ലാ വാർഡനും സെക്യൂരിറ്റി എല്ലാ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലത്ത് റൂമിൽ എത്ര ആളുണ്ടെന്ന് പോലും സായിൻ്റെ അധികൃതർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. സാന്ദ്രയുടെ മരണശേഷം സായി അധികൃതർ ബന്ധപ്പെട്ടിട്ടില്ല. പോലീസ് വിളിച്ചപ്പോഴാണ് വിവരമറിയുന്നത്. വൈഷ്ണവിയുടെ കുടുംബവും സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച രംഗത്തെത്തി. വ്യാഴാഴ്ചയാണ് കോഴിക്കോട് കടലുണ്ടി സ്വദേശിയായ സാന്ദ്രയെയും തിരുവനന്തപുരം സ്വദേശിയായ വൈഷ്ണവിയെയും ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. +2 പഠിച്ചിരുന്ന സാന്ദ്ര അത്ലറ്റും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ വൈഷ്ണവി കബഡി താരവുമായിരുന്നു. 24 കോഴിക്കോട്. പത്തനംതിട്ട പമ്പ ആശുപത്രി അധികൃതർക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ശബരിമല തീർത്ഥാടക. സർജിക്കൽ ബ്ലേഡ് അകത്ത് വെച്ച് കാലിലെ മുറിവ് കെട്ടിയെന്നാണ് പരാതി. നെടുമ്പാശ്ശേരി സ്വദേശി പ്രീതയാണ് DMOയ്ക്ക് പരാതി നൽകിയത്. തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം നടന്നാണ് പ്രീത പമ്പയിലെത്തിയത്. കാലിന്റെ അടിഭാഗത്ത് ചില മുറിവുകൾ കണ്ടതോടെ പമ്പ ആശുപത്രിയിൽ പ്രവേശിച്ചു. മുറിവ് കെട്ടിവെക്കാനെത്തിയ നഴ്സിംഗ് അസിസ്റ്റന്റ് പക്ഷേ കയ്യിലിരുന്ന സർജിക്കൽ ബ്ലേഡ് കൂടി മുറിവിനൊപ്പം വെച്ച് കെട്ടി. തിരികെ വീട്ടിലെത്തി അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ പരിശോധിച്ചപ്പോഴാണ് ബ്ലേഡ് കണ്ടെത്തിയത്. നിരുത്തരവാദപരമായ ഇടപെടലാണ് തുടക്കം മുതൽ ആശുപത്രിയിൽ നിന്ന് നേരിട്ടതെന്ന് പ്രീത. ഡ്രസ് ചെയ്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയും നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്ക് അതിൽ തീരെ ഗ്രാഹ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ ഓരോരോ ആ ഡ്രസ് ചെയ്യുന്ന രീതി, പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന രീതികളും ഒക്കെ. എന്റെ കാലിന്റെ ആ അടിയിൽ ഇങ്ങനെ തൊലി ഉണ്ടായിരുന്നല്ലോ, ഈ പൊള്ളിയിട്ടുള്ള തൊലിയില്ലേ, അത് മാറ്റാൻ വേണ്ടി പുള്ളി എടുത്ത സർജിക്കൽ ബ്ലേഡ് ആയിരുന്നു. ആ ബ്ലേഡ് പുള്ളി ഇത് ബാൻഡേഡ് വെച്ച് ഒട്ടിച്ച സമയത്ത് ബ്ലേഡും കൂടെ വെച്ചാണ് പുള്ളി ഒട്ടിച്ചത്. പമ്പ ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രീത പത്തനംതിട്ട DMOയ്ക്ക് പരാതി നൽകി. പരാതിയിന്മേൽ DMO വിശദമായി അന്വേഷണം നടത്തുമെന്നാണ് വിവരം. 24 കൊച്ചി. ഒരു വാർത്ത തിരുവനന്തപുരം ബ്യൂറോ അറിയിക്കുന്നത് അവിടെ വെള്ളനാട് പഞ്ചായത്തിൽ പ്രസിഡന്റ് സെക്രട്ടറി തർക്കം ഒഴിയുന്നില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാഹനത്തിന്റെ ടയറിന്റെ കാറ്റ് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സഹായി അഴിച്ചുവിട്ടു എന്നുള്ള പരാതി ഉയരുന്നു. പിന്നീട് കാറ്റ് നിറച്ചെങ്കിലും പ്രസിഡന്റിന്റെ വാഹനം കുറുകെയിട്ട് സെക്രട്ടറിയുടെ വാഹനം എടുക്കുന്നത് തടഞ്ഞതായും ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട്. അങ്ങനെ വെള്ളനാട് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ തർക്കമെന്നതാണ് ആ വാർത്ത. സമര പ്രഖ്യാപനത്തിനിടെ സിനിമാ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ചൊവ്വാഴ്ച തിരുവനന്തപുരത്താണ് ചർച്ച. ഇരട്ട നികുതി സംബന്ധിച്ച സിനിമാ സംഘടനകളുടെ ആശങ്കകൾ ചർച്ചയാകും. അതേസമയം ഈ മാസം 21 നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സൂചനാ പണിമുടക്കിൽ മാറ്റമില്ല എന്ന് സംഘടനകൾ വ്യക്തമാക്കി. തൃശൂരിൽ കലാപൂരം. സർവകലാപൂരം പ്രസന്റഡ് ബൈ UGS ഗോൾഡ് ലോൺ. വാർഷിക പലിശ 4% മാത്രം. പവർഡ് ബൈ ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. Co-sponsored by വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവി ആണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി, തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ഗുരുതര രോഗാവസ്ഥയെ മറികടന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നും പ്രകടനവുമായി കാസർഗോഡ് പടന്നയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സിയ ഫാത്തിമ. ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുത്ത സിയ അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ A ഗ്രേഡ് സ്വന്തമാക്കി. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു വിദ്യാർത്ഥി ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുത്തത്. സിയ ഫാത്തിമ എന്ന 10ാം ക്ലാസ്സുകാരിയുടെ വലിയ സ്വപ്നമായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം വില്ലനായപ്പോഴും മനോധൈര്യം കൈവിട്ടില്ല സിയ. വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതി, എനിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കണം മിനിസ്റ്ററെ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചേർത്തുനിർത്തലിൽ സിയയ്ക്ക് സ്വപ്ന സാക്ഷാത്കാരം. അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ A ഗ്രേഡ്. സിയ ഫാത്തിമ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ അപേക്ഷയും ആ സ്കൂളിൻ്റെ അപേക്ഷയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ദയ അർഹിക്കുന്ന ഒരു ഹർജിയാണെന്നും അപേക്ഷയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇതിൽ സംസ്ഥാനത്ത് മത്സരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നടക്കമാണ് ആ കത്തിലെഴുതിയിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട്
നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഉത്തരവ് ഞങ്ങൾ നൽകുകയാണ് ചെയ്തത്. മാനുഷിക പരിഗണന നൽകിയുള്ള ഉത്തരവ് കലോത്സവ ചരിത്രത്തിൽ തന്നെ അത്യപൂർവം. ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മന്ത്രി ഇങ്ങനെ ആക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. സിയയുടെ ആഗ്രഹം സഫലമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് കുട്ടിയുടെ കുടുംബം. ടീച്ചേഴ്സും അത് മോളും ഒരുപാട് പറഞ്ഞിരുന്നു. അവൾ ലെറ്റർ തയ്യാറാക്കി കൂടുതൽ ഹെൽപ്പ് ചെയ്ത് അവരുടെ ടീച്ചേഴ്സാണ്. എങ്ങനെയെങ്കിലും ഇത് പങ്കെടുക്കുക എന്നുള്ളതാണ് അവളെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിക്കുന്നതിൽ വലിയ സന്തോഷം. സിയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അധ്യാപകർ കൂടി കട്ടയ്ക്ക് നിന്നതോടെ സംഗതി കളറായി. വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ നല്ലൊരു അനുകൂലമായ ഒരു സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വീട്ടിലിരുന്ന് കലോത്സവത്തിൽ പങ്കെടുത്ത സിയ ഫാത്തിമയ്ക്ക് ഈ എ ഗ്രേഡ് ഇരട്ടി മധുരമായി. സിയയുടെ മുഖത്ത് ഇന്നുണ്ടായ പുഞ്ചിരി കലോത്സവത്തിലെ ചരിത്ര ദിവസത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. കലയ്ക്കൊപ്പം കരുതലും. ഉത്തരവാദിത്ത കലോത്സവം എന്ന ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം അന്വർത്ഥമാകുന്ന കാഴ്ചകളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് കാണുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീനിത കൃഷ്ണൻ, 24 തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനം മത്സരങ്ങൾ തുടരുമ്പോൾ 887 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് നിലവിൽ മുന്നിൽ. കോഴിക്കോട്, തൃശൂർ, പാലക്കാട് ജില്ലകൾ തൊട്ടുപിന്നിലുണ്ട്. നാളെയാണ് കലാപൂരത്തിന് കൊടിയിറങ്ങുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇടതടവില്ലാതെ 24 യൂട്യൂബ് ചാനലിൽ ലൈവ് കാണാം. ലിങ്ക് ലഭിക്കാൻ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് നൽകുന്ന സഹായം ഡിസംബർ മാസത്തോടെ അവസാനിപ്പിച്ചെന്ന പ്രചാരണം തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ധനസഹായം 3 മാസം കൂടി നീട്ടാൻ നേരത്തെ തീരുമാനിച്ചതാണ്. ബോധപൂർവം ചില കാര്യങ്ങൾ മറച്ചുവെച്ച് സർക്കാരിനെതിരെ കുപ്രചാരണം നടത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ ജീവനോപാധി എന്ന വിധത്തിൽ ചൂരൽമലയിലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം 300 രൂപ വീതമുള്ള സഹായം ഒരു കുടുംബത്തിലെ 2 പേർക്ക് വരെ വിതരണം ചെയ്യാവുന്ന ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യാവുന്ന സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചുവെന്നും ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുമുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു വരികയാണ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ 14-കാരിയെ ആൺസുഹൃത്തെ കൊലപ്പെടുത്തിയത് സംശയത്തെ തുടർന്നെന്ന് പോലീസ്. ജുവനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ 16-കാരനെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. കൊല്ലപ്പെട്ട 14-കാരിയുടെ മൃതദേഹം സംസ്കരിച്ചു. വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോയ പെൺകുട്ടി രാവിലെ മുതൽ 16-കാരന്റെ കൂടെയായിരുന്നു. അതിനിടയിൽ മറ്റൊരാളോട് അടുപ്പമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ 16-കാരൻ പെൺകുട്ടിയുമായി വാക്കുതർക്കമായി. തുടർന്ന് ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്തുഞെരിച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് 16-കാരന്റെ മൊഴി. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്നും 16-കാരൻ ലഹരിക്ക് അടിമയാണോ എന്നും അന്വേഷിക്കുന്നുണ്ടെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ്. നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെന്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് വണ്ടൂർ വരേക്ക് എത്തിയതെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം CCTV വിഷ്വൽസ് അടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. 16-കാരനുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ കുടുംബം വിലക്കിയിരുന്നു. അതിനിടയിലാണ് പെൺകുട്ടിയെ കാണാതായത്. തിരോധാനത്തിന് പിന്നിൽ ആൺസുഹൃത്തിന് പങ്കുണ്ടെന്ന പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. 16-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ ശേഷം കോഴിക്കോട് വെള്ളിമാട് കുന്ന് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. കേസ് അന്വേഷണത്തിനായി പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. 24 മലപ്പുറം. തമിഴ്നാട് തിരുവള്ളൂരിൽ ദേശീയപാതയിൽ 2 പേരെ അടിച്ചു കൊലപ്പെടുത്തി. ഉണ്ടിക്കുപ്പം സ്വദേശികളായ പാർത്ഥിഭൻ, സുകുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഒരാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. കേസിൽ 4 പേർ അറസ്റ്റിലായി. ബൈക്ക് ഓടിച്ച് ചോദ്യം ചെയ്ത ദേഷ്യത്തിൽ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. അരുണാചൽ പ്രദേശിൽ വിനോദയാത്രയ്ക്കിടെ മലയാളി യുവാക്കൾക്ക് ദാരുണാന്ത്യം. കൊല്ലം സ്വദേശി ബിനു പ്രകാശ്, മലപ്പുറം സ്വദേശി മാധവ് എന്നിവരാണ് സേല തടാകത്തിൽ മുങ്ങി മരിച്ചത്. തമിഴ്നാട്ടിൽ ആദ്യഘട്ട പ്രകടന പത്രിക പുറത്തുവിട്ട് AIADMK. സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ നൽകും. അമ്മ ഇല്ലം പദ്ധതി പ്രകാരം വീടില്ലാത്തവർക്ക് വീട്. നിയമസഭയിലെ ഹർജികൾ സംബന്ധിച്ച സമിതിയുടെ പുതിയ ചെയർപേഴ്സണായി വി ജോയ് MLA നിയമിച്ചു. ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടതിനാലാണ് തീരുമാനം. 9 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് 80 വർഷം കഠിന തടവും 1.6 ലക്ഷം രൂപ പിഴയും. വഴിക്കടവ് സ്വദേശി NP സുരേഷ് ബാബുവിന് ശിക്ഷ വിധിച്ചത് നിലമ്പൂർ അതിവേഗ കോടതി.
പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അസാധുവാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചട്ടലംഘനം ആരോപിച്ച് STP നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഇടപെടൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.